വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50+ റേഞ്ച്, അതായത് മൈലേജ് കിട്ടുന്നു എന്നുള്ളതാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ NXT സിറ്റി പ്ലസ് എന്നാണല്ലോ അതിൻ്റെ പേര്, കറക്റ്റ് പേരാണ്. അതുപോലെ തന്നെ മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പിയാജിയോയുടെ ആപ്പെ സിറ്റി NXT Plus എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മോഡലാണ്. കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കും ഇത് ലോഞ്ച് ചെയ്തൊരു വിവരം. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50+ റേഞ്ച്, അതായത് മൈലേജ് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് 1 കിലോ CNGക്ക് നമുക്ക് 50 കമ്പനി പറയുന്ന മൈലേജും, പക്ഷേ യൂസർ ഫീഡ്ബാക്സ് ഒക്കെ കുറച്ച് പേരോട് തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് 50+ലേക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം CNG ഓട്ടോറിക്ഷകൾ കുറച്ച് നാളുകൊണ്ട് തന്നെ പിയാജിയോ നമ്മുടെ വിപണിയിൽ അവതരിപ്പിച്ചാണ്. അപ്പോൾ അതിൽ HT+, അതുപോലെ തന്നെ ആപ്പെ സിറ്റി, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വന്നിട്ടുള്ള മോഡലിലാണ് ഈ പറഞ്ഞ പോലെ 50+ മൈലേജ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ മറ്റ് കുറച്ച് അഡ്വാൻറ്റേജ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ മൈലേജ് കിട്ടാൻ വേണ്ടി ആവാം മേ ബി ട്യൂബ്ലെസ് ടയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ട്യൂബ്ലെസ് ടയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വരുമ്പോഴത്തേക്കും നമുക്കറിയാം, പെട്ടെന്ന് ചെറിയ പഞ്ചറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അടഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ പെട്ടെന്നൊരു ട്യൂബ്സൊക്കെ കിട്ടാനുള്ള പാടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം മേ ബി ഇത് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് നോക്കിയാൽ നമുക്കിപ്പം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ലുക്കിനെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ കുറച്ച് ബ്ലാക്ക് ഇൻസേഷൻ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തേക്കൂടെ, അതായത് ഈ ഒരു പിയാജിയോയുടെ ലോഗോയുടെ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്തിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കുറച്ചുകൂടെ നീറ്റായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൂടാതെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറയാനാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു മോഡൽ വർക്കിൽ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സസ്പെൻഷൻ അതുപോലെ തന്നെ റേസ് സൈഡൊക്കെ പക്ക കംഫർട്ടാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ ഫ്രണ്ടും റിയറും ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് സപ്പോർട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതായത് വിത്ത് ഡാമ്പേഴ്സിൻ്റെ സപ്പോർട്ടുള്ളൊരു സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആപ്പെ സിറ്റി NXT Plusൽ തന്നെ CNG അതുപോലെ തന്നെ LPG അതുപോലെ പെട്രോൾ, അങ്ങനെ 3 ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് 230cc എൻജിനാണ്. അത് 4 സ്റ്റോക്ക് എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ്. പവർ വരുമ്പോഴത്തേക്കും ഏകദേശം 17.1 PS പവറുമാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. അതുപോലെ മറ്റ് മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സീറ്റിംഗ് വരുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രൗൺ ബീജ് കളർ കോമ്പിനേഷനിലാണ്. ഇപ്പോൾ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും പാസഞ്ചർ സീറ്റ് ആണെങ്കിലും കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ടച്ചൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ബീച്ച് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ഇൻസൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റിംഗ് കംഫർട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വെക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ആണ്, അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൽ ഹോൾഡറിന് വേണ്ടിയുള്ള സ്പേസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലോക്കബിൾ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ ആപ്പയുടെ CNG വെഹിക്കിൾസ് എല്ലാം തന്നെ ബൈഫ്യൂൽ ഫെസിലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് 2.8 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. പിന്നെ CNGയുടെ ടാങ്കിന് ഒരു കവറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വരുന്നത് 6 kg കപ്പാസിറ്റിയാണ് വരുന്നത്. ഏകദേശം 30 ലിറ്ററോളം കപ്പാസിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കാണാം. പിന്നെ ഇതിൻ്റെ അത് ചാർജിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജറിന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വൈപ്പറിൻ്റെ സ്വിച്ച്, ഹസാഡ്, ലൈറ്റ്സ് കാര്യങ്ങൾ സ്വിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് വൃത്തിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡ്, നമുക്ക് പാസഞ്ചർ കംഫർട്ട് ഒന്ന് നോക്കാം. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 സൈഡിൽ നിന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 2 ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. സീറ്റിംഗ് കംഫർട്ട് കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റും അതുപോലെ തന്നെ റേസ് സൈഡിലെ സീറ്റും വന്നിട്ടുള്ളത്.
3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ റിയർ സൈഡിലും നമുക്കിപ്പോൾ ഈ ബോഡി മാറ്റിയിട്ട് ബോഡി ചേഞ്ച് ചെയ്തിട്ടാണല്ലോ എല്ലാവരും എടുക്കാറ്. അപ്പോൾ ആ ബോഡി കൂടെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിയർ സൈഡിലെ സ്പേസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാൻ വരുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് റിയർ സൈഡ് കൂടെ ഒന്ന് നോക്കാം. റിയർ സൈഡിലേക്കും അതുപോലെ തന്നെ ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ പക്കാ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ സിറ്റി NXT Plus എന്ന് പറഞ്ഞുള്ള ഒരു പുതിയൊരു ഗ്രാഫിക്സ് നമുക്കിവിടെ കാണാം. ഫ്രണ്ടിലും ചെറിയ രീതിയിലൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് രസമാണ്. അതായത് ഒരു ബ്ലാക്ക് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പെട്രോളിൻ്റെ ടാങ്ക് കാണാൻ വരുന്നത്. അപ്പം ഓവറോൾ നമ്മൾ ലുക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമ്മുടെ NXT Plusൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും 1370 mm വിഡ്ത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും 2700 mm, ഹൈറ്റ് വരുമ്പോൾ 1725 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 170 mm ആണ് വരുന്നത്. അതുപോലെ GVW എന്ന് പറയുന്നത് 722 കിലോയാണ്. മാക്സിമം ഗ്രേഡബിലിറ്റി 24.30 ഗ്രേഡബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളും വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം. അതായത് 1 കിലോ CNG ഒന്ന് അടിച്ചിട്ട് എത്രത്തോളം ഓടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റിങ്. അപ്പം അതിന് മുന്നേ ഈ ഒരു വെഹിക്കിളിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. Piaggio പ്രൊവൈഡ് ചെയ്യുന്ന 3 year അല്ലെങ്കിൽ 1 lakh kilometer വാറണ്ടിയും അതുപോലെ തന്നെ 5 ഫ്രീ സർവീസുമാണ് ഈ ഒരു മോഡലിന് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ വെഹിക്കിൾ ഓടിച്ച സമയത്ത് ഭയങ്കര ഒരു ഡ്രൈവ് കംഫർട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് മറ്റ് പല വാഹനങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫീലാണ് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും ഞാൻ പല മോഡൽസും ഓട്ടോറിക്ഷകൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതായത് ശരിക്കും സത്യം പറഞ്ഞാൽ NXT സിറ്റി പ്ലസ് എന്നാണല്ലോ അതിൻ്റെ പേര്. കറക്റ്റ് പേരാണ്. സിറ്റി യൂസിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വെഹിക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഡ്രൈവ് കംഫർട്ടിൻ്റെ കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ക കംഫർട്ടാണ്. സസ്പെൻഷൻ്റെ ലെവലൊക്കെ ആണെങ്കിലും ഡ്രൈവർക്കും അല്ലെങ്കിൽ ഇതിലുള്ള യാത്രക്കാർക്കും സുഖകരമായിട്ടുള്ള രീതിയിലുള്ള യാത്ര കംഫർട്ട് കിട്ടുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ ഇത്. നമ്മളിപ്പം ചേർത്തലയിലുള്ള ഒരു CNG പമ്പിലാണ്. ഇപ്പം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏകദേശം 8ഓളം പമ്പുകളുണ്ട്. അതായത് അരൂര് മുതൽ നമ്മുടെ നങ്ങ്യാർകുളങ്ങര ഹരിപ്പാട് വരെ ഉണ്ട്. അപ്പം ഏകദേശം 8ഓളം പമ്പ്സ് ഉണ്ട്. ഇനി ഒരുപാട് പമ്പ്സുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിക്കാൻ പോവാണ്. ഫുൾ ടാങ്ക് CNG ഫില്ല് ചെയ്തിട്ട് നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചിട്ട് കുറേ കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എത്രത്തോളം റേഞ്ച് ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു റേഞ്ച് ടെസ്റ്റ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് CNG ഇപ്പോൾ ഫില്ല് ചെയ്യാണ്. അതിന് ശേഷം കുറേ കിലോമീറ്റർ ഓടിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത് 85 കിലോമീറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് ടോട്ടൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആലപ്പുഴയുടെ കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു. ഏകദേശം 151 കിലോമീറ്ററോളം ഓടിച്ചു. ഞാനും വേറൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറി മാറിയൊക്കെ ഓടിച്ച് 151 കിലോമീറ്റർ ഓടിച്ച് തിരിച്ച് വീണ്ടും പമ്പിലെത്തി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തപ്പോഴത്തേക്കും 2.97 kg ആണ് ഫുൾ ടാങ്ക് ആകാൻ വേണ്ടി എടുത്തത്. അപ്പം ഏകദേശം ഒരു 246 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മൈലേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 51 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഒരു 246 രൂപയ്ക്ക് നമുക്ക് 151 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Piaggio സിറ്റി NXT Plus എന്ന് പറഞ്ഞിട്ടുള്ള വെഹിക്കിളിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ കമ്പനി പറയുന്നത്ര തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം എൻജിൻ പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കൈ കൊടുത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല CNG ആണെങ്കിൽ കൂടെ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് പവറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് നമ്മുടെ മൈലേജ് കാര്യങ്ങൾ 50+ റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു ഹൈലൈറ്റഡ് പാർട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓട്ടോ റിക്ഷ ഓടിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ ദിവസേനയുള്ള ജോലികൾക്ക് പോകുന്നവർക്കൊക്കെ എന്തുകൊണ്ടും യൂസ്ഫുൾ ആവുന്നൊരു വാഹനമാണിത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.